നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ ഉള്ള ഫീലിങ്സ് എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. എത്രത്തോളം റെസനേറ്റ് ചെയ്താലും ഈ ഒരു റീഡിംഗ് കണ്ടിട്ട് ഒരു ഡിസിഷനും എടുക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. റീഡിംഗ് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് റീഡിംഗിലേക്ക് പോവുകയാണ്. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇവിടെ ഒരു 1, 2, 3 റീഡിങ് കാർഡുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓറക്കിൾ മെസ്സേജ്. ഒന്നാമത്തെ മെസ്സേജ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നാശമുണ്ട്. നാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ആ ഒരു ചേഞ്ച് നമ്മളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മളുടെ ജീവിതം മുമ്പോട്ട് പോകില്ല. അങ്ങനെയുള്ള ചില അവസ്ഥകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളിലാണ് ഭീകരമായ നാശങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വരുന്നത്, എക്സ്പീരിയൻസുകൾ നമ്മളുടെ ജീവിതത്തിൽ വരുന്നത്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അതോടുകൂടി നിങ്ങളുടെ ജീവിതം മാറും എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, എത്ര ഭയാനകമായ എക്സ്പീരിയൻസ് ആണെങ്കിലും നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കണമെന്ന് പറയുന്നുണ്ട്. ചില കാര്യങ്ങള് നമ്മൾക്ക് എത്ര വേണ്ടപ്പെട്ടതാണെങ്കിലും ചിലപ്പോ ആ കാര്യം ഇല്ലാതായാൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ മുമ്പോട്ട് നമുക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൂടെ നമ്മൾ അത് അനുഭവിക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കരമായ വിഷമം തോന്നുമെങ്കിലും ദൈവത്തിന്റെ ഓരോ തീരുമാനങ്ങളാണ്. അപ്പൊ അത് നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. അതിനെ നമ്മൾ അതും നല്ലതിനായിരിക്കും എന്ന് വിചാരിച്ച് സമാധാനിക്കണം എന്നാണ് ഈ പറയുന്നത് കേട്ടോ. മൂന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങളൊരു വഴിത്തിരിവിലാണ്. അപ്പോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാത ചൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ പാത ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾ സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. ആ പാത ചൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ദൈവത്തിനോട് നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാർഡുകളാണ് വന്നത്. എന്തൊക്കെയോ മേജർ വ്യത്യാസങ്ങൾ ജീവിതത്തിൽ വരാൻ പോകുന്ന കുറെ ആളുകളാണ്, കുറെ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്ന ആളുകളാണ് ഇവിടെ റീഡിംഗ് കാണാൻ വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഈ ഓറക്കിൾ മെസ്സേജ് കണ്ടുകൊണ്ട്. ഓൾറൈറ്റ്. അപ്പൊ നമ്മൾക്ക് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോഴുള്ള ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഏറ്റവും അവസാനമായിട്ട് മീറ്റ് ചെയ്തപ്പോ, ചിലപ്പോ ഇന്ന് രാവിലെ ഓഫീസിൽ പോയ ആയിരിക്കാം. ഇന്ന് രാവിലെ ചിലപ്പോ നിങ്ങളുടെ കൂടെ ഇപ്പൊ ഉണ്ടാവാം. എന്താണ് നിങ്ങൾ ഏറ്റവും അവസാനം ഈ ഒരു നിമിഷത്തിന് മുമ്പ് നിങ്ങൾ തമ്മിൽ എന്ത് എന്താ പറയാ കാര്യമാണ് നടന്നത്? ഇതാണ് നമ്മൾ നോക്കുന്നത്. എന്ത് കാര്യമാണ്? നല്ലതാണോ? നിങ്ങൾ സ്നേഹത്തിലാണോ പിരിഞ്ഞത്? നിങ്ങൾ വഴക്കിട്ടാണോ പിരിഞ്ഞത്? ഒരു ആവശ്യമില്ലാത്ത ഒരു വഴക്കായിരുന്നോ അത്? അതോ വലിയ കാര്യമായ എന്തെങ്കിലും ഡിസ്കഷൻ ആയിരുന്നോ? നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനുള്ള എന്തൊരു തീരുമാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംസാരമാണോ നിങ്ങൾ തമ്മിൽ നടന്നത്? അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ഏറ്റവും അവസാനമായി ഇപ്പൊ 1 മിനിറ്റിന് മുമ്പ്, ഈ റീഡിംഗ് കാണുന്നതിന് മുമ്പ് നിങ്ങൾ തമ്മിൽ എന്ത് സംസാരമാണ് ഉണ്ടായത്? ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ തമ്മിൽ എന്ത് സംസാരമാണ് ഉണ്ടായത്? നിങ്ങൾ തമ്മിൽ ഒരു തീരുമാനം എടുക്കണമായിരുന്നു. അത് നിങ്ങൾ സ്വരമയോടെ തീരുമാനം എടുക്കണം. പക്ഷെ നിങ്ങളുടെ വ്യക്തി അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ചിലരുടെ വ്യക്തികൾ അമ്പിനും വില്ലിനും അടുക്കുന്ന ഒരു കാര്യത്തിനും എന്താ പറയാ, മറ്റുള്ളവരുടെ അഭിപ്രായം ശ്രദ്ധിക്കാത്ത ഒരു എനർജി കാണിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ആ സ്വഭാവത്തിൽ നേരിയ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഇത് 3 എനർജീസ് ആയിട്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കിങ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്. കിങ് ഓഫ് സ്വേർഡ്സ് അപ്രൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു വളരെ ധാരണയുള്ള ഒരാള്, എന്റെ അഭിപ്രായം ഇതാണെന്ന് പറയാൻ മടിയില്ലാത്ത ഒരാള്, വളരെ പ്രാക്ടിക്കലും ലോജിക്കലുമായിട്ട് കാര്യങ്ങൾ കാണാനും അതിന് തീരുമാനമെടുക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിവുമുള്ള ഒരാളാണ് കിങ് ഓഫ് സ്വേർഡ്സ്. നേരെ വന്നാൽ ഇത് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോ നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ ഇത് അപ്രൈറ്റ് ആയിട്ടാണ് തോന്നുന്നത്. എന്റെ സൈഡിൽ നോക്കുമ്പോൾ ഇത് റിവേഴ്സ് ആണ്. അപ്പോ റിവേഴ്സ് ആയിട്ട് വന്നിരിക്കുന്ന കാർഡ്
ഒരു ഒന്നിനും കഴിവില്ലാത്ത അല്ലെങ്കിൽ ഒരു കാര്യവും തീരുമാനിക്കാൻ കഴിവില്ലാത്ത ഒരു എനർജി ആയിട്ടാണ് ഈ എനർജിയെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ഒരു ഗൃഹനാഥനോ ഗൃഹനാഥയോ ആകുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രശ്നമാകും. ചിലപ്പോൾ സ്വന്തം വീട്ടുകാരുടെ വാക്ക് മാത്രം ശ്രദ്ധിക്കുന്ന, അവർക്കെതിരെ പോകാൻ ധൈര്യമില്ലാത്ത ഒരു ഭർത്താവോ ഭാര്യയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെയുള്ള ആൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ തീരുമാനങ്ങളെല്ലാം മറ്റുള്ളവരെ ഏൽപ്പിക്കുന്ന, തീരുമാനങ്ങൾ എടുക്കാൻ പേടിയുള്ള, തീരുമാനങ്ങൾ തുറന്ന് പറയാൻ പേടിയുള്ള, വളരെ ഇമോഷണൽ ആയിട്ട് പെരുമാറുന്ന, ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത, ലോജിക്കൽ ആയിട്ട് പെരുമാറുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. കിങ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ക്ലാരിഫിക്കേഷൻ കാർഡ് വന്നത് മൂൺ റിവേഴ്സ് ആണ്. മൂൺ റിവേഴ്സ് പറഞ്ഞാൽ സീക്രറ്റ്സ് റിവീൽ ആവുക എന്നാണ്. ഒരു ഒരു എന്താ പറയാ, മൂൺ ഈ എപ്പോഴും നമ്മൾക്ക് സന്ധ്യ ആവുമ്പോഴും രാത്രി സമയത്ത് ഭയങ്കര ഇമോഷണൽ ആവും നമ്മള്. പകലൊക്കെ നമ്മൾ വളരെ ഈസി ആയിട്ട്, കാരണം രാത്രിയാകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാവും മിക്കവാറും. ആ രാത്രിയുടെ ഒരു നിഗൂഢതയും, പിന്നെ രാത്രി ചിലർക്ക് പേടിയാണ്, ഉള്ളില് പേടിയുള്ള കാര്യം. രാത്രി നമുക്ക് എന്താ പറയാ, വേണ്ടാത്ത ചിന്തകളൊക്കെ മനസ്സിൽ വരുന്ന സമയമാണ്. പകല് എല്ലാവരുടെയും വെട്ടത്തിൽ എല്ലാവരുടെയും നോട്ടം എന്നിൽ എത്തുമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ മാന്യതയോടെ പെരുമാറും, ശ്രദ്ധയോടെ പെരുമാറും. രാത്രിയാകുമ്പോൾ ആളുകൾ ആരും കാണുന്നില്ല എന്ന ഒരു ചിന്തയുള്ളത് കൊണ്ട്, ഇപ്പൊ CCTV എല്ലാം ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ രാത്രി നമ്മൾ അധികം കാണുന്നില്ല ആളുകൾ എന്ന വിശ്വാസത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു എനർജിയും കൂടിയാണ് ആ എനർജി എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരെ ഇത് ഈ 8 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ വളരെയധികം വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ്. പക്ഷെ ഇവിടെ മടിയനായ അല്ലെങ്കിൽ മടിച്ചിയായ ഒരു എനർജിയാണ് കാണിക്കുന്നത്. നമ്മളുടെ വീട് മുമ്പോട്ട് പോകാൻ, ചിലർ പറയാറുണ്ട് ജോലിയില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭർത്താവിന്റെ ചെലവിലാണ് അല്ലെങ്കിൽ ഭാര്യയുടെ ചെലവിലാണ്, എങ്ങനെ ജീവിക്കണം എന്ന് അറിയില്ല, അവരിപ്പോ ചെലവിന് തരുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പോ ഇവിടെ നമ്മളുടെ ജീവിതത്തിന് ഉത്തരവാദിത്വം നമ്മളുടേതാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഈ വ്യക്തി അങ്ങനെ മനസ്സിലാക്കുന്നില്ല. ഈ വ്യക്തിയുടെ കൂടെ ഇപ്പം ചിലര് വളരെ കഷ്ടപ്പെടുന്നവരുണ്ട്. സ്വന്തം കുടുംബം നോക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന കുറെ ആളുകൾ നമ്മളുടെ ചുറ്റുമുണ്ട്. എന്നാൽ കുറെ ആളുകൾ കഷ്ടപ്പെടാൻ, എനിക്ക് ജോലി എടുക്കാൻ മടിയാണ്, എനിക്ക് പറ്റില്ല, നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കുക, അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം, എനിക്ക് ഇതിനപ്പുറം പണിയെടുക്കാൻ പറ്റില്ല എന്ന് തീരുമാനിക്കുന്ന ഒരാള്. അപ്പൊ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനും തീരുമാനമെടുക്കില്ല. ആ വ്യക്തിയുടെ ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ടേ ഈ വ്യക്തി കാര്യങ്ങൾ ചെയ്യുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി ആ വ്യക്തിയുടെ പരിമിതിയിൽ നിന്നിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. അതിനപ്പുറത്തേക്ക് പോയിട്ട് ആർക്കും വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു എനർജി ആയിട്ടാണ് വ്യക്തി കാണിക്കുന്നത്. ക്യാൻസർ, പൈസസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, പിന്നെ അക്വേറിയസ്, ലീബ്ര, ജെമിനായി ആണ് കാണിക്കുന്നത്. അത് ഒരാളുടെ എനർജിയാണ്. രണ്ടാമത്തെ എനർജിയിൽ കാണിക്കുന്ന 4 ഓഫ് കപ്സ് ആണ്. 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. 4 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്റ്റബേൺ ആയിട്ട് പഴയ കാര്യങ്ങൾ, പഴമ, എന്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പൊ ഇല്ല എന്ന് മനസ്സിലാക്കാത്ത ഒരു എനർജിയാണ് 4 ഓഫ് കപ്സ്. ആര് പറഞ്ഞാലും കേൾക്കില്ല, ശാഠ്യം പിടിച്ച് വാശി പിടിച്ചിരിക്കുന്ന ഒരു എനർജി. അത് റിവേഴ്സ് വരുമ്പോൾ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട് ഈ എനർജി. വളരെ സ്റ്റബേൺ ആയിരുന്നു ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, വളരെ ഇമോഷണൽ ആയിരുന്ന ഒരാളാണ്. ഇപ്പൊ കുറച്ചും കൂടെ ആ സമയം കഴിഞ്ഞു. നമ്മൾക്ക് എല്ലാ പ്രശ്നങ്ങളിലും ഇരുന്ന് ടെൻഷൻ അടിച്ച് കരയാനുള്ള ഒരു സമയമുണ്ട്, അത് കഴിഞ്ഞു ഈ വ്യക്തിയുടെ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ വ്യക്തിക്ക് ഒരു പ്രാക്ടിക്കൽ മെന്റാലിറ്റി വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, ആരും വന്ന് സഹായിക്കാൻ പോകുന്നില്ല, നേരത്തെ എന്നെ സഹായിക്കാൻ വന്നവരെല്ലാം ഞാൻ അടിച്ചോടിച്ചു, ഇനി ആരും എന്നെ സഹായിക്കാൻ വരുന്നില്ല എന്നൊരു ബോധമുള്ള ഒരു പേജ് ഓഫ് സ്വേർഡ്സ് ആണ്. പേജ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ യങ് എനർജിയാണ്. ഒരു ഐഡിയയെ ഓക്കെ എന്നാ നോക്കാം നമുക്ക് എന്ന മട്ടിലുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. സ്പൈ ചെയ്യുന്ന, ഡിറ്റക്റ്റീവ് മെന്റാലിറ്റി ഉള്ള ഒരു എനർജി. അതുപോലെ തന്നെ ഏസ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ പുതിയൊരു തുടക്കത്തിന് ആഗ്രഹിക്കുന്ന, പുതിയൊരു കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ അതിന് പുതിയതായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്ന ഈ വ്യക്തി നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ പക്ഷെ പഴയ കാര്യങ്ങൾ ഓർത്തിട്ട് ഇനി നമുക്ക് സംസാരിക്കാനൊന്നുമില്ല, പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് നമുക്ക് ഇനി സംസാരിക്കാൻ ഒന്നുമില്ല എന്നൊരു മട്ടിലാണ് നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്തപ്പോ ഉണ്ടായത് കേട്ടോ. പിന്നെ മൂന്നാമത്തെ കാർഡ് വന്നിരിക്കുന്ന 3 ഓഫ് പെന്റക്കിൾസ് ആണ്. 3 ഓഫ് പെന്റക്കിൾസ് പറഞ്ഞാൽ സ്വരുമയോടെ പോകാൻ,
ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ച രണ്ട് മൂന്ന് പേര്. അപ്പൊ ഇവിടെ ഒരാള് മാത്രമല്ല, ഇവിടെ രണ്ട് മൂന്ന് പേരുണ്ട്. ഇവരെല്ലാം ഓക്കെ, ഇനിയിപ്പോ നമ്മള് വഴക്കിട്ടിട്ടൊന്നും കാര്യമില്ല, നമുക്ക് ഒരുമിച്ച് നിന്നാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നൊരു ഡിസ്കഷൻ നിങ്ങൾ ലാസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പക്ഷെ അതിന് സംസാരിച്ചെങ്കിലും അതിന് ശേഷം ഒന്നും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ സ്നേഹമൊന്നും തിരിച്ചു വരാൻ വഴിയില്ല. അപ്പൊ വർഷങ്ങളായിട്ട് കല്യാണം കഴിച്ച് കുട്ടികളുള്ള രണ്ടുപേരായിരിക്കാം ചിലപ്പോ. അപ്പൊ ഈ രണ്ടുപേര് തമ്മിൽ നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഒരുമിച്ച് എടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിനുള്ള തർക്കങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ അവസാനം ഇപ്പൊ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇത് തർക്കിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇത് മുമ്പോട്ട് പോവില്ല, ഇവിടെ സ്നേഹമൊന്നും പോസിബിൾ അല്ല, നമ്മൾ ഒരുമിച്ച് മുമ്പോട്ട് പോകുക എന്നത്, സ്വരുമയോടെ മുമ്പോട്ട് പോകുക എന്നത് പോസിബിൾ അല്ല. പക്ഷെ ചില കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ചിരുന്നേ മതിയാവുകയുള്ളൂ എന്നൊരു തീരുമാനമാണ് നിങ്ങൾ ലാസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ എടുത്തത്. ഈ ആദ്യത്തെ കിങ് ഓഫ് സ്വേർഡ്സിന്റെ റിവേഴ്സ് വന്നതിൽ ഒരു തീരുമാനം, അപ്പൊ നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ തമ്മിൽ വഴക്കിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു വ്യക്തിയോട് നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന ഒരു ഇതിലാണ് നിങ്ങൾ പിരിഞ്ഞത്. രണ്ടാമത്തെ ആള് ഒന്നും കൂടെ ഫ്ലെക്സിബിൾ ആയി, ഇനിയിപ്പോ നമുക്ക് പതുക്കെ സംസാരിച്ച് തുടങ്ങാം. ആദ്യം ഒരു തരത്തിലും സംസാരിക്കാൻ റെഡിയാവാതിരുന്ന നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ സംസാരിച്ച് തുടങ്ങാം, നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാം എന്ന ഒരു മൈൻഡിലാണ്. മൂന്നാമത്തത് നിങ്ങൾ മനസ്സിലായി, നിങ്ങൾ തമ്മിൽ മൂന്ന് എനർജിയാണ്, മൂന്ന് പേരുടെ എനർജി. അപ്പൊ മൂന്നാമത്തതില് ഈ ഒരു കാർഡ് വീണിരിക്കുന്നവര്, അവരുടെ വ്യക്തി എന്താണ് പറയുന്നത് വെച്ചാല്, ഓക്കെ നമ്മൾ തമ്മിൽ സ്നേഹമൊന്നുമില്ല, പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഒരുമിച്ച് നിന്ന് തീർക്കാം. ഇപ്പൊ മക്കളുടെ വിവാഹം, അവരുടെ എഡ്യൂക്കേഷൻ, അതൊക്കെ ആയിരിക്കാം. എന്തായാലും ഇപ്പോ ഇതെല്ലാം നമ്മൾ കണ്ടു. ഇവിടെ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി. ഇവിടെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇപ്പോ നിങ്ങളോട് ഇവർക്കുള്ള ഫീലിങ്സ്. ഭഗവാനെ, ഇപ്പൊ മൂന്ന് തരം എനർജി നിങ്ങൾ കണ്ടു കഴിഞ്ഞു അല്ലെ? അപ്പോ ഇനി നിങ്ങളുടെ വ്യക്തികൾക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് ആണ് ഇത്. പലരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് രണ്ടും ഏകദേശം ഒരേ എനർജിയാണ്. 9 ഓഫ് പെന്റക്കിൾസും എംപ്രസും. പിന്നെ ഉള്ളത് ഒരു ഹാർട്ട് ബ്രേക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ 2 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. പിന്നെ ഉള്ളത് പേജ് ഓഫ് വാൻഡ്സ് ആണ്. പിന്നെ 8 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ്. 10 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. പേജ് ഓഫ് കപ്സ് അപ്രൈറ്റും ഏസ് ഓഫ് വാൻഡ്സ് അപ്രൈറ്റും വന്നിട്ടുണ്ട്. ഇവിടെ മൂന്ന് പേരുടെ എനർജിയാണ്, മൂന്ന് കാർഡുകളാണ് കണ്ടത്. ചിലപ്പോൾ ഒരാളുടെ തന്നെ എനർജി ആയിരിക്കും. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക. ഇത് മൂന്ന് പേരുടെ എനർജി ആയിട്ടാണ് എനിക്ക് കണ്ടത്. ഇവിടെ പലരുടെ എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ലാസ്റ്റ് നിങ്ങൾ തമ്മിലുള്ള സംസാരം ഉണ്ടായത്, അതനുസരിച്ച് ഇപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9 കാർഡ്സ് ആണ് വന്നത്. അപ്പൊ 9 ആളുകൾക്ക് അവരുടെ പാർട്ട്നേഴ്സിനോടുള്ള ഫീലിങ്സ് ആണ്, നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ്. ഇവിടെ കാണിച്ചപ്പോ 3 പേരെ വന്നിട്ടുള്ളൂ. അപ്പൊ അത് കൂടാതെയുള്ള ആളുകളുടെ കുറച്ച് എനർജിയും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. 9 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ സിംഗിൾ എനർജിയാണ്, വളരെ കേപ്പബിൾ ആണ്, സെൽഫ് സഫിഷ്യന്റ്. അപ്പൊ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾ വളരെ കേപ്പബിൾ ആണ്, നിങ്ങൾ വളരെ സെൽഫ് സഫിഷ്യന്റ്, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്വത്തും പണവുമുള്ള ആളാണ് എന്നാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കാണുന്നത്. ഇപ്പൊ നിങ്ങളുടെ കൂടെയാണ് നിങ്ങളുടെ വ്യക്തി എങ്കിൽ, നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ അല്ലെങ്കിലും കൂടെയാണെങ്കിലും നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇത് സിംഗിൾ എനർജിയാണ്. അതിനർത്ഥം നിങ്ങൾ തമ്മിൽ വിവാഹിതരല്ല. വിവാഹിതരായിരുന്നെങ്കിൽ ഇപ്പൊ ഡിവോഴ്സ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളെ വിവാഹം കഴിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവാം. എന്തായാലും നിങ്ങളോട് വളരെയധികം റെസ്പെക്ട് ഉള്ള ഒരു എനർജി ആയിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ കാണുന്നത്. വളരെ റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് എംപ്രസ് ആണ്. എംപ്രസ് എന്ന് പറഞ്ഞാൽ ചക്രവർത്തിനിയാണ്. ചക്രവർത്തിനി എല്ലാത്തിന്റെയും മേളില് ആധിപത്യമുള്ള, എല്ലാത്തിനും തീരുമാനം എടുക്കാൻ പറ്റുന്ന ഈ വ്യക്തിയെ നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ, എംപ്രസിനെ കോണ്ടാക്ട് ചെയ്താൽ എംപ്രസ് ഒരിക്കലും ഇത് പറ്റില്ല, അത് ചെയ്യില്ല എന്ന് പറയില്ല. ചെയ്യില്ല എന്ന് പറഞ്ഞാലും അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരിക്കലും ഈ എംപ്രസ് പറയില്ല. ഈ എംപ്രസ് എപ്പോഴും വിചാരിക്കുന്നത് ഏറ്റവും ഉയരത്തിൽ ഞാനാണ്, എന്റെ അപ്പുറത്ത് ആരുമില്ല,
അപ്പോ ഞാൻ ഇവരെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആരെ സഹായിക്കും? അപ്പോ ഈ എംപ്രസ് എപ്പോഴും ഒരു അമ്മയെ പോലെ, ഒരു ഭൂമി ദേവിയെ പോലെ ഒക്കെ, ഇതൊരു അമ്മയാണ്, കുട്ടികളുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ലീബ്ര ടോറസ് ആണ് സോഡിയാക് സൈൻ. അപ്പോ വളരെയധികം പ്രാക്ടിക്കൽ ആയിട്ട് കാര്യങ്ങൾ കാണുന്ന ഒരു എനർജിയാണ്. ചക്രവർത്തിനി ആവുമ്പോ ഈ ഒരു ലെവലിൽ എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് കുറെ നമ്മൾ പെട്ടെന്നൊന്നും ജനിച്ച അന്ന് നമ്മൾ ചക്രവർത്തിനി ആവില്ല. ചക്രവർത്തിയുടെ മകളാണെങ്കിൽ പോലും അത് യുദ്ധം ചെയ്ത് നമ്മൾ പ്രൂവ് ചെയ്താൽ മാത്രമേ ഒരു ചക്രവർത്തിനി ആവാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇത് വളരെയധികം കഷ്ടപ്പെട്ട് ഈ ഒരു ലെവലിൽ എത്തിയിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കാണുന്നത്. ചിലപ്പോ ഇത് നിങ്ങളെ ഒരു അമ്മയുടെ സ്ഥാനത്തായിരിക്കാം കാണുന്നത്, എന്തായാലും ഒരു ബോസിന്റെ സ്ഥാനത്തായിരിക്കും കാണുന്നത്. ഇവരെയും റെസ്പെക്ട് ആണുള്ളത്. മൂന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങളായിട്ട്, ഇത് മൂന്നാമത്തെ ആളുടെ റീഡിംഗ് ആണ്. നിങ്ങളുടെ വ്യക്തി പറയുന്നത് നിങ്ങൾ ഇവർക്ക് ഭയങ്കരമായ ഹാർട്ട് ബ്രേക്ക് കൊടുത്തു. നിങ്ങൾ എപ്പോഴും ഇവരെ ഹൃദയവേദനയാണ് കൊടുക്കുന്നത്. ഇവര് നിങ്ങളെ സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾ ഇവരെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതും കത്തി കുത്തി ഇറക്കുന്ന പോലത്തെ വേദനയാണെന്നാണ് പറയുന്നത്. അത്രയും വേദനിപ്പിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ ശ്രദ്ധിക്കാതെ സംസാരിക്കുന്നു, ഇവരെ ഒട്ടും റെസ്പെക്ട് ചെയ്യുന്നില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തുന്നു. മനസ്സിലായോ? ഇവരുടെ കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് ശ്രദ്ധയില്ല, ഒരു വിലയുമില്ല ഈ വ്യക്തിക്ക് എന്നാണ് ഈ വ്യക്തി പറയുന്നത്. നിങ്ങൾ ഈ വ്യക്തിക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്. അക്വാരിയസ്, ലീബ്ര, ജെമിനി ആണ്. അടുത്ത കാർഡ് 2 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കര അധികം സ്നേഹമായിരുന്നു, നിങ്ങൾ തമ്മിൽ വളരെയധികം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തകിടം മറിഞ്ഞു. ഇപ്പോ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിറയെ പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നത്. അത് ഇമോഷണൽ പ്രശ്നങ്ങൾ. രണ്ടുപേരും തമ്മിൽ സംസാരിക്കുമ്പോൾ വെറുതെ വഴക്കടിക്കുന്നു, ഒരാള് മറ്റേ ആളെ എന്താ പറയാ മനസ്സിലാക്കാതെ പെരുമാറുന്നു, ഇമോഷണൽ ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലാണ് രണ്ടുപേരും എന്നാണ്. പ്രത്യേകിച്ച് ഈ വ്യക്തി വളരെ അധികം ബുദ്ധിമുട്ടിലാണ്. നിങ്ങളുടേത് ഒരു ലവ് റിലേഷൻഷിപ്പ്, ലവ് മാരേജ് ആയിരുന്നിരിക്കാം. പക്ഷെ ആ ഒരു സ്നേഹം നിങ്ങൾ ഒരുമിച്ച് ചേർന്നതിന് ശേഷം അത് എവിടെയോ നഷ്ടപ്പെട്ടു എന്നാണ് വ്യക്തി പറയുന്നത്. അടുത്ത കാർഡ് പേജ് ഓഫ് വോൺസ് ആണ്. പേജ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ഐഡിയ കിട്ടി. അപ്പൊ നിങ്ങളുടെ പുതിയൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് പറയുന്നത്. ഏറീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ്. ഏറീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. വ്യക്തി ഈ റിലേഷൻഷിപ്പിനെ വളരെ പാഷനറ്റ് ആയിട്ട് പഠിച്ചത്, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. പക്ഷെ ഈ തൽക്കാലത്തേക്ക് ഇവിടെ ഒരു റിലേഷൻഷിപ്പിന് തുടക്കം കുറിക്കണ്ട, നമ്മൾ അങ്ങോട്ട് പോകണ്ട, എനിക്ക് കുറച്ചും കൂടെ സമയം വേണം എന്ന് ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. നിങ്ങളെ ഒരു പൊട്ടൻഷ്യൽ പാർട്ട്ണർ ആയിട്ട് വ്യക്തി കാണുന്നുണ്ട്. ഫ്യൂച്ചർ ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ടെന്ന് ഈ വ്യക്തിക്ക് അറിയാം. അപ്പോ അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി എന്നാണ് പറയുന്നത്. അതാണ് നിങ്ങളോടുള്ള ഈ വ്യക്തിയുടെ ഫീലിംഗ്. അടുത്ത വ്യക്തി പറയുന്നത് വേറൊരു വ്യക്തിയുടെ എനർജിയാണത്. 8 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ്. ആ വ്യക്തി പറയുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഞാൻ ഇനി സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ഈ റിലേഷൻഷിപ്പ് ഇനി മുമ്പോട്ട് പോകില്ല, അത്രയും വഷളായി പോയി എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എപ്പോഴും എർത്ത് സൈൻസ് ആണ്. അവർ ഭയങ്കര സ്റ്റെബിലിറ്റി അന്വേഷിക്കുന്നവരാണ്. അവർക്ക് ഭൂമി എങ്ങനെയാണ് ഉറച്ചു നിൽക്കണം അല്ലെ. അപ്പോ ഉറച്ച നിലപാടുള്ള, ഉറച്ച തീരുമാനങ്ങളുള്ള ആളുകളാണ് ഇവര്. അപ്പൊ ഇവര് നിങ്ങളെ കുറിച്ചുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇവര് പറയുന്നത് ഇവിടെ ഒരു പോസിബിലിറ്റി ഇല്ല, എന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റില്ല, അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഞാൻ ഇനി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്. അടുത്ത ഒരു വ്യക്തി ഇത് പലരുടെ എനർജിയാണ്, പലരുടെ വ്യക്തികളാണ്, പലരോടാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇവിടെ 10 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. ഇവിടെ ഇനി സന്തോഷം ഉണ്ടാവില്ല, ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഹാപ്പി അല്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് റിലേഷൻഷിപ്പിൽ വന്ന് കയറിയത്. എനിക്ക് കൂടുതലും വേണ്ടത് പണത്തെക്കാളും എല്ലാത്തിനേക്കാളും കൂടുതൽ വേണ്ടത് സ്നേഹമായിരുന്നു, ഒരു സപ്പോർട്ടായിരുന്നു, ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അതൊന്നും എനിക്ക് ഇവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഞാൻ ഒട്ടും ഹാപ്പി അല്ല, എന്റെ ഡ്രീംസ് എല്ലാം തകർന്നടിഞ്ഞു എന്നാണ് ഈ വ്യക്തി നിങ്ങളോട് പറയുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ്. അടുത്തത് പേജ് ഓഫ് കപ്സ് ആണ്. പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞ ഈ വ്യക്തി കുറച്ച് ഇമ്മച്യൂർഡ് ആയ എനർജിയാണ്, ക്രിയേറ്റീവ് ആയ എനർജിയാണ്, പെട്ടെന്ന് ബോറടിക്കുന്ന എനർജിയാണ്, പല ബന്ധങ്ങളുള്ള ഒരു എനർജിയാണ്. ഇമോഷണൽ ആയിട്ട് ഈ വ്യക്തിക്ക് ഒരാളോട് നോ പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ വന്നു കയറുന്നവരെ എല്ലാം ഇര കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ്
ഈ വ്യക്തി പറയുന്നത് നിങ്ങളെയും നിങ്ങൾ സംസാരിച്ചോളൂ, ഞാൻ കേൾക്കാം, പക്ഷെ എന്നിൽ നിന്ന് അധികം ഒന്നും പ്രതീക്ഷിക്കണ്ട എന്നാണ്. കാരണം വളരെ ഇമോഷണൽ ആയ ഒരു എനർജിയാണ്, വളരെ ഇമ്മച്ചുവേർഡ് ആണ്. നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞാൻ കേൾക്കാൻ റെഡിയാണ് എന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. ലാസ്റ്റ് കാർഡ് ഏസ് ഓഫ് വോൺസ് ആണ്. ഏസ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു പാഷനറ്റ് തുടക്കം എന്നാണ്. അപ്പൊ നിങ്ങളോട് ഈ വ്യക്തിക്ക് വളരെയധികം പാഷനറ്റ് ഫീലിങ്സ് ഉണ്ട്. ചിലപ്പോൾ ഇത് പുതിയതായിട്ടൊരു ഫീലിങ്സ് നിങ്ങൾ തമ്മിൽ ഉടലെടുത്തതായിരിക്കാം, നിങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നിരിക്കാം ഇത്. പക്ഷേ ഇപ്പോ ഈ വ്യക്തിക്ക് നിങ്ങളോട് വളരെ പാഷനറ്റ് ആയിട്ട് ഫീലിങ്സ് ആണ്. നിങ്ങളുമായിട്ട് വെറുതെ സംസാരിച്ചിരുന്നാൽ പോരാ, ഇത് റിലേഷൻഷിപ്പ് ഒരു സ്റ്റെപ്പും കൂടെ മുമ്പോട്ട് പോകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നാണ് ഈ വ്യക്തി നിങ്ങളോട് പറയുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ് ഇവിടെ സോഡിയാക് സൈൻ വന്നിട്ടുള്ളത്. അപ്പൊ പല വ്യക്തികള് പലരോട് സംസാരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. പലരാണല്ലോ റീഡിങ് കാണിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആരെങ്കിലും ഒക്കെ ആയിട്ട് റെസനേറ്റ് ചെയ്യുന്നത്. കാരണം പല എനർജീസ് ആണ്, ഒരാളുടെ മാത്രം റീഡിങ് അല്ല ഇവിടെ. എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോ ഗൈഡൻസ് വന്നത് ടവർ കാണിച്ചു, ടവർ വന്നിട്ടുണ്ട്. പിന്നെ സ്കോർപിയോ സോഡിയാക് സൈൻ ആണ് ഇവിടെ. ടോറസ്, ലിബ്ര മാത്രമേ സോഡിയാക് സൈൻ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുള്ളൂ, ബാക്കി ഞാൻ പറഞ്ഞു. ടവർ സ്കോർപിയോ ആണ്. 7 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, 4 ഓഫ് പെന്റിക്കിൾസ് വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, 8 ഓഫ് വാൻസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഗൈഡൻസിന് മെയിൻ ആയിട്ട് പറയുന്നത് നിങ്ങൾ ആരും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ നോക്കരുത്. എല്ലാ കാര്യങ്ങളും അതിന്റെ സമയത്തെ നടക്കുള്ളൂ, അതിന് സമയം കുറച്ചെടുക്കും എന്നാണ് മെയിൻ ആയിട്ടുള്ള കാർഡ് ഇവിടെ പറയുന്നത്. അപ്പോ ഇവിടെ ഇവിടെ സ്കോർപിയോ ആണിത്. ടവർ ഒരു വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായതിനു ശേഷം ആണ് എല്ലാം സെറ്റിൽ ആവുക. അതുകൊണ്ടാണ് ഇവിടെ നമ്മള് ഡിസ്ട്രോയറെ കണ്ടത്. അപ്പൊ ഇവിടെ ഈ റീഡിംഗ് കണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തില് പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെയാണ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുക. പതുക്കെ പതുക്കെയാണ്. ചിലര് ഇതോടുകൂടി റിലേഷൻഷിപ്പ് പോകും, ചിലരുടെ ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് പിന്നീട് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കണ്ടല്ലോ നമ്മള്. അപ്പൊ ഓരോരുത്തർ അഭിപ്രായം പറഞ്ഞു. അതെല്ലാം ചിലപ്പോ ഈ ടവർ എന്തായാലും എല്ലാവരുടെ ജീവിതത്തിലും വരാൻ പോകുന്നുണ്ട്. ആ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ പിന്നീടുള്ള ജീവിതം നല്ലതായിരിക്കും, ചിലപ്പോ അതോടുകൂടി ജീവിതം മാറിപ്പോകും, റിലേഷൻഷിപ്പ് ഡെഡ് ആയി പോകും. അങ്ങനെയാണ് കാണിക്കുന്നത്. ഇവിടെ 7 ഓഫ് വാൻസ് കാണിക്കുന്നത്. 7 ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യുക. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ടെറിട്ടറി ഡിഫെൻഡ് ചെയ്യണം. ഈ വ്യക്തി എങ്ങനെ വേണമെങ്കിലും നിങ്ങളോട് പെരുമാറിക്കോളെ, നിങ്ങൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം എന്നാണ്. ഞാൻ ഇങ്ങനെ ഇതേ ചെയ്യുള്ളൂ, ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കുകയുള്ളൂ, ഇങ്ങനത്തെ കാര്യത്തിലേ ഞാൻ കോംപ്രമൈസ് ചെയ്യുള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോഴേ അതൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുകയാണെന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആക്കിയേക്കണം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. 4 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്നത് പണത്തിന് കുറച്ച് പിടിപ്പ് വേണം, ലാവിഷ് ആയിട്ട് ചെലവാക്കണ്ട. പണം കൊടുക്കുക വാങ്ങൽ കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ നിങ്ങളുടെ പണം സൂക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. നൈറ്റ് ഓഫ് വാൻസ് എന്ന ഒരു പ്ലെയർ എനർജി. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു കയറുന്ന എല്ലാവരും നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങളുടെ കൂടെ ജീവിക്കണം ജീവിതാവസാനം വരെ എന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കില്ല. ചിലര് വെറുതെ ടൈം പാസിന് വേണ്ടിയിട്ട് വന്നു കയറുന്നവരായിരിക്കാം. അത് മനസ്സിലാക്കാനുള്ള ഒരു അറിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അത് നിങ്ങൾക്ക് പറ്റില്ല എന്നാണെങ്കിൽ അത് പറ്റില്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യം നിങ്ങൾ നേടിയെടുക്കണം എന്ന് പറയുന്നുണ്ട്. അവസാനത്തത് ഇതൊന്നും പെട്ടെന്ന് നടക്കില്ല, പതുക്കെ പതുക്കെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, സ്കോർപിയോ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയുമായ ആരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ.